അതേ കേസ് രാജ്യത്ത് വീണ്ടും ഒരു ട്രെയിൻ അപകടം നടന്നിരിക്കുകയാണ്. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ഞാൻ നിങ്ങൾക്ക് ക്ലിയർ കട്ടായിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അഗർത്തലയിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് പോകുന്ന കാഞ്ചൻജംഗ എക്സ്പ്രസ് രാവിലെ 9:30 ഡാർജിലിംഗിൽ എത്തുകയാണ്. അവിടെ ന്യൂ ജയ്പാൽഗുരി എന്ന് പറഞ്ഞ സ്റ്റേഷൻ പിന്നിട്ടതിന് ശേഷം രംഗപാനി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയപ്പോൾ ആ ഒരു ട്രെയിനിലേക്ക് ഒരു ഗുഡ്സ് ട്രെയിൻ സിഗ്നൽ തെറ്റിച്ച് വന്ന് ഇടിക്കുകയാണ്. ആൻഡ് ആ ഒരു ഇടിച്ച സ്പോട്ടിൽ തന്നെ ആ ഒരു ഗുഡ്സ് വണ്ടിയുടെ ലോക്കോ പൈലറ്റും കാഞ്ചൻജംഗ എക്സ്പ്രസിന്റെ ഗാർഡും മരിച്ചതായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഏകദേശം 60 പേർക്കാണ് അവിടെ പരിക്ക് സംഭവിച്ചത്. അതിൽ 15 പേർ ഇപ്പോ ഒരു സമയം ഏകദേശം 2 മണിയാകുന്നു. ഈ ഒരു സമയം അടുക്കുമ്പോൾ ഏകദേശം 15 പേരാണ് മരിച്ചതായിട്ട് പറയുന്നത്. ഒരുപാട് പേർ ഇതിന്റെ ബോഗിയുടെ ഇടയിൽ പെട്ടുകിടപ്പുണ്ട്. അവരെല്ലാം രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു മരണസംഖ്യ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്നതുമാണ്. എന്തായാലും വളരെ വളരെ ദുഃഖകരമായിട്ടൊരു ന്യൂസാണ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിഗ്നൽ തെറ്റിച്ച് പെട്ടെന്ന് വന്ന് ഇടിച്ചു കയറി അങ്ങനെ ഒരു ഇൻസിഡന്റ് ഒക്കെ ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കുന്നതാണ്. കാരണം ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു അപകടം, അതും ചില കെയർലെസ് മിസ്റ്റേക്സ് കാരണമാണ് ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്? ആൻഡ് ഇതിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അത് ആരുടെ ഫോൾട്ട് കാരണമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? ലൈക്ക് മോദി എല്ലാ ഫാമിലിക്കും ധനസഹായമൊക്കെ ഓഫർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ ഇങ്ങനെ ഇത് എത്ര ഇൻഷുറൻസ് ആയി ഇങ്ങനെ ആൻഡ് എല്ലാത്തിനു ശേഷം ധനസഹായം ഓഫർ ചെയ്താൽ അപ്പോൾ പിന്നെ എന്താണ് അവിടെ ഉള്ള പോയിന്റ്? എത്രയോ പേരുടെ 15 പേരാണ് മരിച്ചിരിക്കുന്നതും. സോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ലൈക്ക് ഇങ്ങനെ ഇതിനി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ആരുടെയൊക്കെ മിസ്റ്റേക്സ് ആണിത്? ആൻഡ് അതൊക്കെ ചൂണ്ടിക്കാണിക്കണ്ടേ? ലൈക്ക് അതിന് നമ്മൾ പ്രതികരിച്ചാൽ മാത്രമേ സാധിക്കൂ. സോ ഇതാണ് അവിടെ നടന്ന സംഭവം. നിങ്ങൾക്കത് അറിയില്ലായിരുന്നെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ദൗത്യത്തോടെയാണ് ഞാനൊരു വീഡിയോ ചെയ്തത്. അടുത്തൊരു വീഡിയോ പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ ആൽവിൻ സൈനിങ് ഔട്ട്.